കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 10 IT ആപ്ലിക്കേഷൻസ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും ഇൻ്റർനെറ്റും എല്ലാം കൂടി അടങ്ങിയ ഒരു സംഭവമാണ് ഇൻഫർമേഷൻ ടെക്നോളജി. അതിൻ്റെ ആപ്ലിക്കേഷൻസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫോക്കസ് ഏരിയയായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഇ ഗവേണൻസ്, അതിനകത്ത് ടൈപ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഇ ബിസിനസ്, ഇ ലേണിംഗ്, അതുപോലെ അതിൻ്റെ ബെനിഫിറ്റ്സ്, ചലഞ്ചസ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്ന ഒരു സംഭവമാണ്. സോ ലെറ്റ് us മൂവ് ടു ഇ ഗവേണൻസ്. അല്ലേ, നമുക്ക് ഇ ഗവേണൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇ ഗവേണൻസ്? ഇ മീൻസ് ഇലക്ട്രോണിക്. ഒറ്റ രീതിയിൽ പറയുകയാണെങ്കിൽ, നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വർക്കുകളൊക്കെ ഈ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ബേസിക്കലി ഈ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഗവേണൻസ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നത്, ഇലക്ട്രോണിക് ഗവേണൻസ് ഓർ ഇ ഗവേണൻസ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ICT for delivering government services to citizens in a convenient, efficient and transparent manner. ICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICT ഉപയോഗിച്ച്, എന്താണ് ICT എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെയാണ് നമ്മൾ ICT എന്ന് പറയുക. എന്താണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെയാണ് നമ്മളെന്ത് പറയുന്നത് ICT എന്ന് പറയാം. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതാണ് ICT. ഈ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ICT ഉപയോഗിച്ചിട്ട് ഗവൺമെൻറ് സർവീസുകൾ ജനങ്ങളിലേക്ക് വളരെ എഫിഷ്യൻ്റായിട്ടുള്ള, സൗകര്യപ്രദമായിട്ടുള്ള, എഫിഷ്യൻ്റായിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, സുതാര്യമായ രീതിയിൽ എത്തിക്കുക എന്നുള്ളതിനെയാണ് എന്ത് പറയുന്നത് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇ ഗവേണൻസ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ICT ഉപയോഗിക്കുക എന്തിന്? ഫോർ ഡെലിവറിങ് ഗവൺമെൻറ് സർവീസസ് ടു സിറ്റിസൻസ്. ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ ജനങ്ങൾക്ക് നൽകുക. എങ്ങനെ? ഇൻ എ കൺവീനിയൻറ്റ്, എഫിഷ്യൻ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് മാനർ. ട്രാൻസ്പെറൻ്റ് ആയിട്ട്, സുതാര്യമായിട്ട്, എഫിഷ്യൻ്റായിട്ട്, വളരെ നല്ല രീതിയിൽ, കൺവീനിയൻ്റായിട്ട്, സൗകര്യപ്രദമായിട്ട് ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ എത്തിക്കുക. അതിനെന്തുപയോഗിക്കുക? ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നതിനെയാണ് ഈ ഗവേണൻസ് എന്ന് പറയുക. ബേസിക്കലി എന്താണ്? ഗവൺമെൻറ്റിൻ്റെ സർവീസസ് ആർക്കെത്തിക്കുക? ജനങ്ങളിലേക്ക് എത്തിക്കുക. ആർക്കെത്തിക്കുക? സിറ്റിസൻസിന് എത്തിക്കുക. എന്തുപയോഗിച്ചിട്ട്? ICT ഉപയോഗിച്ച്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇ ഗവേണൻസ് എന്ന് പറയും. ഓക്കെ, ഗവൺമെൻറ് സർവീസുകൾ ICT ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പിന്നെ ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഫൈൻ. നൗ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് എഴുതാം. എന്താണ് ഇവിടെ പറയുന്നു? ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇ ഗവേണൻസ് ഈസ് ടു എൻഷുവർ ദാറ്റ് സർവീസസ് ഓഫ് ഗവൺമെൻറ് റീച്ച് ദ പബ്ലിക് പ്രോംപ്റ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ വളരെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള ഉറപ്പ് വരുത്തുക. വേണമെന്നില്ല, അതിൻ്റെ മുമ്പുള്ള ലൈനും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളെ അക്ഷയ സെൻറ്ററുകളൊക്കെ ഈ ഗവേണൻസിൻ്റെ ഭാഗമാണ് അല്ലേ. നമ്മുടെ ഇൻഷുറൻസ് നമുക്ക് പുതുക്കാം. ഇപ്പോൾ വാഹനങ്ങളുടെയൊക്കെ ഇൻഷുറൻസ് നമുക്ക് ഓൺലൈനായിട്ട് പുതുക്കാം അല്ലേ. അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം അല്ലേ. അതുപോലെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഗവേണൻസിൻ്റെ ഭാഗമാണ് അല്ലേ. ഇനി ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യം, ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ്. പല ടൈപ്പ് ഇ ഗവേണൻസ് ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻസ് ഇൻ ഇ ഗവേണൻസ്. ഇ ഗവേണൻസിൻ്റെ വ്യത്യസ്തമായ തരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ്. ഓക്കെ, അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആണ്. G2G എന്ന് പറയും. എന്താണ് ഫസ്റ്റ് വൺ? G2G, ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ഈ ഗവേണൻസിലെ ആദ്യത്തെ ടൈപ്പാണ്. എന്താണ് G2G? ഇറ്റ് ഈസ് ദ ഇലക്ട്രോണിക് ഷെയറിംഗ് ഓഫ് ഡേറ്റ ആൻഡ് അതർ ഇൻഫർമേഷൻ among government agencies, department and organization. അതായത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പിന്നെ
ഗവൺമെൻറ്റിന് പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് പിന്നെ അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ വേറെ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഫയൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക, ഡീറ്റെയിൽസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ICT ഉപയോഗിച്ചാക്കുക, ബേസിക്കലി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ആക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ബേസിക്കലി ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ആക്കുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സാങ്ഷൻ കിട്ടണം വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനും എന്ത് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഉദാഹരണമായിട്ട് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കണം, അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ പുതിയ പദ്ധതി നടപ്പിലാക്കണം. അപ്പോൾ ആര് സാങ്ഷൻ വേണം? ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സാങ്ഷൻ വേണം. അപ്പോൾ ഈ രണ്ട് ഓഫീസുകളും തമ്മിൽ ഫയൽസ് കൈകാര്യം ചെയ്യുന്നത് നെറ്റ്വർക്കിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ആകുമ്പോൾ അവിടെ എന്തായി? ഗവൺമെൻറ് ടു ഗവൺമെൻറ് സർവീസായി. ഓക്കെ, അതാണ് ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഇലക്ട്രോണിക് ഷെയറിംഗ് ഓഫ് ഡേറ്റ ആൻഡ് അതർ ഇൻഫർമേഷൻ. ഇലക്ട്രോണിക് രൂപത്തിൽ, ഡിജിറ്റൽ രൂപത്തിൽ ഡേറ്റ ഷെയർ ചെയ്യുക എമംഗ് ഗവൺമെൻറ് ഏജൻസീസ് തമ്മിൽ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഓർഗനൈസേഷൻ. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ എന്ത് ഇലക്ട്രോണിക് രീതിയിൽ, അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക, ഷെയർ ചെയ്യണതിനെയാണ് ഗവൺമെൻറ് ടു ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ അത്. ഇനി എന്താണ് ഗവൺമെൻറ് ടു സിറ്റിസൻസ്? അടുത്ത ടൈപ്പാണ് എന്ത്? ഒന്നാമത്തേത് നമ്മൾ ഗവൺമെൻറ് ടു ഗവൺമെൻറ്, സെക്കൻഡ് വൺ G2C, ദിസ് ഇസ് G2G, സെക്കൻഡ് വൺ ഈസ് G2C, ഗവൺമെൻറ് ടു സിറ്റിസൻസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഇലക്ട്രോണിക്കലായിട്ട് എത്തിക്കുക. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് സിറ്റിസൻസ്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതിലേറെ സിമ്പിളായിട്ട് providing government services to citizens using ICT is called G2C എന്ന് പറയും. G2C എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർവീസ് ജനങ്ങളിലേക്ക് എത്തിക്കുക. എന്തുപയോഗിച്ച്? ICT ഉപയോഗിച്ച് ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഉദാഹരണമായിട്ട് അക്ഷയ സെൻറ്ററുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. നമുക്ക് ഓൺലൈനായിട്ട് എന്ത് ചെയ്യാം? ടാക്സ് പേ ചെയ്യാം, ഇൻകം ടാക്സ് പേയുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ടാക്സ് അടക്കാം, കറണ്ട് ബില്ല് അടക്കാം. ഇതൊക്കെ G2C സർവീസുകളാണ്. ഓക്കെ, നൗ പിന്നെ പറയുന്നത് എന്താണ്? മൂന്നാമത്തെ തരത്തിലുള്ള ഈ ഗവേണൻസ് ഗവൺമെൻറ് ടു ബിസിനസ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹിയർ ഗവേണൻസ് ടൂൾസ് ആർ യൂസ്ഡ് ടു എയ്ഡ് ബിസിനസ് കമ്മ്യൂണിറ്റി ടു ഇൻറ്ററാക്ട് വിത്ത് ഗവൺമെൻറ്. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു കട്ട് റെഡ് ടാപ്പിസം, സേവ് ടൈം, റെഡ്യൂസ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിയേറ്റ് മോർ ട്രാൻസ്പെറൻറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ഗവൺമെൻറ്റുമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരിക്കും. പല ടാക്സ് പേയ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്താനുള്ള ഫയല് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ഫയൽ കിട്ടണം. അപ്പോൾ ഇതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അഴിമതി കുറക്കാൻ പറ്റും, സമയ ലാഭമായിരിക്കും, അല്ലേ? ഇവിടുന്ന് നമുക്ക് തിരുവനന്തപുരത്ത് പോകണം. അപ്പം കാസർഗോഡ് ഉള്ള ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ തിരുവനന്തപുരത്ത് നിന്നൊരു ഓഫീസിലെ ഒരു ഫയൽ കിട്ടണമെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയും അതിൻ്റെ പ്രോസസ്സ് തിരുവനന്തപുരത്ത് നടത്തുക, അതിൻ്റെ റിസൾട്ട് ഓൺലൈനായിട്ട് തന്നെ തിരിച്ച് ബിസിനസ് സംരംഭകന് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ വളരെയധികം സമയം, കുറേ യാത്രകളും കുറേ സമയമൊക്കെ ലാഭിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ എന്താണ് ഗവൺമെൻറ് ടു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ടൂൾസ് ആർ യൂസ്ഡ് ടു എയ്ഡ് ബിസിനസ് കമ്മ്യൂണിറ്റി ടു ഇൻറ്ററാക്ട് വിത്ത് ദ ഗവൺമെൻറ്. അത് പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതാണ്. ഹിയർ ഗവേണൻസ് ടൂൾസ് ആർ യൂസ്ഡ് ടു എയ്ഡ് ബിസിനസ് കമ്മ്യൂണിറ്റി
ടു ഇൻട്രാക്ട് വിത്ത് ഗവൺമെൻറ്. ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഈ ഗവേണൻസ് ടൂൾസ് യൂസ് ചെയ്യുക, ICT യൂസ് ചെയ്യുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അറിയോ, ദ ഒബ്ജക്റ്റീവ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈസ് ടു കട്ട് റെഡ് ടാപ്പിസം, സേവ് ടൈം, റെഡ്യൂസ് ഓപ്പറേഷൻ കോസ്റ്റ് ആൻഡ് ക്രിയേറ്റ് മോർ ട്രാൻസ്പെറൻസ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഈ റെഡ് ടാപ്പിസം എന്ന് പറഞ്ഞാൽ എന്താ, ചുവപ്പ് നാട ഒഴിവായി കിട്ടും, സേവ് ടൈം, സമയം കുറക്കാം, ലാഭിക്കാം, റെഡ്യൂസ് ഓപ്പറേഷൻ കോസ്റ്റ്, ചിലവ് കുറക്കാം, അല്ലെ, ക്രിയേറ്റ് മോർ ട്രാൻസ്പെറൻറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ്, സുതാര്യമായ ബിസിനസ്, അഴിമതിരഹിതമായ സുതാര്യമായ ബിസിനസ്സിന് സഹായിക്കും ഗവൺമെൻറ് ടു G2B എന്നുള്ളത്. മറ്റത് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് വേണ്ടിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത ഫയൽ ആർക്കും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള മെച്ചങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ഓക്കെ. മറ്റൊന്നാണ് G2E എന്ന് പറയുന്നത്, ഗവൺമെൻറ് ടു എംപ്ലോയീസ്. നാലാമത്തെ കാറ്റഗറി ഇ ഗവേണൻസ് ആണ്. ഓക്കെ. ഇവിടെ എന്താ, എംപ്ലോയീസിന് ഇപ്പോൾ ടാക്സ് പേ ചെയ്യാൻ, അല്ലേ, ഇൻകം ടാക്സ് പേ ചെയ്യാൻ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സ് സബ്മിറ്റ്, അതിൻ്റെ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യുക, അതിൻ്റെ ഫയൽസ് സബ്മിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ എംപ്ലോയീസും ഗവൺമെൻറ്റും നമ്മളെ ഇൻട്രാക്ഷന് ICT ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഗവൺമെൻറ് ബീയിങ് ദ ബിഗ്ഗസ്റ്റ് എംപ്ലോയർ ഹാസ് ടു ഇൻട്രാക്ട് വിത്ത് ഇറ്റ്സ് എംപ്ലോയീസ്. അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. സിമ്പിളായിട്ട് പറയാം, ഇങ്ങനെ പറയാം. G2E എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ടു G2Eനെ നമുക്ക് എങ്ങനെ പറയാം, എംപ്ലോയീസ് ക്യാൻ interact with government departments using ICT അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി എംപ്ലോയീസിന് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് G2E എന്ന് പറയുന്നത്. ഇപ്പോൾ ടാക്സ് പേ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽ സബ്മിറ്റ് ചെയ്യുക, എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെയാണ് ഗവൺമെൻറ് ടു എംപ്ലോയി എന്ന് പറയുന്നത്. ഓക്കെ. സോ വളരെ സിമ്പിളാണ് സംഭവം. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, അല്ലേ. എന്താണ്, 4 ടൈപ്പ് ഈ ഗവേണൻസ് ഉണ്ട്. ഒന്ന് G2G, ഗവൺമെൻറ് ഓഫീസുകൾ തമ്മിൽ ICT ഉപയോഗിച്ച് ഇൻട്രാക്ട് ചെയ്യുക. G2C, ഗവൺമെൻറ്റിൻ്റെ സർവീസുകൾ ജനങ്ങളിലേക്ക്, സിറ്റിസൻസിന് ICT ഉപയോഗിച്ച് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ G2B, ഗവൺമെൻറ് ബിസിനസ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ICT എനേബിൾഡ് ആക്കുക, അല്ലേ. പിന്നെ G2E എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റും എംപ്ലോയീസ് നമ്മളെ ഇൻട്രാക്ഷന് ICT എനേബിൾഡ് ആക്കുക. ഇത്രയാണ് 4 ടൈപ്പ് ഉള്ളത്. ഓക്കെ. നൗ ഈ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന സംഭവം പഠിക്കാണ്ട്. അതായത് ഈ നമ്മൾ പറഞ്ഞ ഈ ഗവേണൻസ് നടക്കണമെങ്കിൽ പിന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇ ഗവേണൻസ് സാധ്യമാണെങ്കിൽ അതിനൊരു ഇ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അത് പ്രധാനപ്പെട്ടത് എന്താ പറയുക, 3 കാര്യങ്ങളാണ് ഈ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചറിലുള്ളത്. ഒന്ന്, ഡേറ്റാ സെൻറ്ററുകൾ വേണം. എന്താണ്, ഡേറ്റാ സെൻറ്ററുകൾ വേണം. വാൻ വേണം, വൈഡ് ഏരിയ നെറ്റ്വർക്ക് വേണം. പിന്നെ കോമൺ CDC എന്ന് പറയും, കോമൺ സർവീസ് സെൻറ്റർ, കോമൺ CDC, കോമൺ സർവീസ് സെൻറ്റർ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചറായിട്ട് വരുന്നത്. എന്തൊക്കെയാണ്, ഡേറ്റാ സെൻറ്ററുകൾ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, CDC, കോമൺ ഡേറ്റാ സെൻറ്റർ. അതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വിപുലമായിട്ട് ഇങ്ങനെ പറയാം. 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ, SDC എന്താ പറയുക, ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ നടത്തുന്ന മൊത്തം ഡേറ്റ, എല്ലാ സംഭവങ്ങളും ഡേറ്റയാണല്ലോ, എല്ലാ ഫയൽസും ഡേറ്റയാണല്ലോ. ഗവൺമെൻറ്റിൻ്റെ ഫയൽസ് ആണെങ്കിലും, ജനങ്ങളുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും, ഇപ്പോൾ ആധാർ നമ്പറുകളാണെങ്കിലും, ബാങ്കിലെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ എല്ലാം ഡേറ്റയാണ്. ആ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഒരു SDC വേണം, സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ വേണം. ഡേറ്റാ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഡേറ്റ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട്, സെക്യൂറായിട്ട് ഈ ഡേറ്റ മൊത്തം സ്റ്റോർ ചെയ്യാനുള്ള വലിയ സംവിധാനമാണ് ഈ ഡേറ്റാ സെൻറ്ററുകൾ. അവിടെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ഉണ്ടാകും, ഫുൾ ടൈം പിന്നെ കറണ്ട് അവൈലബിൾ ആയിരിക്കും, കൂളിംഗ് സിസ്റ്റം ഉണ്ടാകും, ഫുൾ ടൈം AC-ക്കകത്തായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്ന സെർവറുകൾ കൊണ്ട് വെക്കുന്ന സ്ഥലമാണ് ഈ ഡേറ്റാ സെൻറ്റർ. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാവരുടെയും ആധാർ നമ്പർ, അല്ലേ, 100-ലേറെ കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യയിൽ ഇവിടുത്തെ പിന്നെ 100 അല്ല 600 കോടി, അല്ലേ, 600-ലേറെ കോടി എന്ന് പറയാം. ആ ജനങ്ങൾ
താമസിക്കുന്ന ഇന്ത്യയിൽ പിന്നെ ഈ എല്ലാവരുടെ ആധാർ നമ്പർ എവിടെ സ്റ്റോർ ചെയ്യുക? ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതെല്ലാം കൂടെ വളരെ സെക്യൂറായിട്ട് പിന്നെ ഇപ്പോൾ എർത്ത് ക്വേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കലാമിറ്റീസോ ഒന്നും കാരണം നശിച്ചു പോകാത്ത രീതിയിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫുൾ ടൈം ഇലക്ട്രിസിറ്റിയും കൂളിംഗ് സിസ്റ്റമൊക്കെ പ്രൊവൈഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയ്ക്കാണ് നമ്മൾ ഡേറ്റാ സെൻറ്ററുകൾ എന്ന് പറയുക. ആ ഡേറ്റാ സെൻറ്ററിൽ എന്തായിരിക്കും? ഇല്ല, സെർവറുകൾ മൊത്തം വെച്ചിരിക്കുന്നത് ഈ ഡേറ്റാ സെൻറ്ററിലായിരിക്കും. നാട്ടുകാരെ മൊത്തം ഡേറ്റ ഈ ഡേറ്റാ സെൻറ്ററിലായിരിക്കും. അങ്ങനെ ഒരു ഡേറ്റാ സെൻറ്റർ വേണം. പിന്നെ നെറ്റ്, പിന്നെ ഈ സർവീസസ് ജനങ്ങൾക്ക് നൽകാനുള്ള CD കോമൺ ഡേറ്റ സർവീസ് അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് വാട്ട്സ് ദാറ്റ് CSC കോമൺ സർവീസ് സെൻറ്റർ, CSC. രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് ഈ സർവീസ് കൊടുക്കുന്ന ഓഫീസുകൾ വേണം അല്ലേ? അതിന് CSC എന്ന് വിളിക്കും. ഇപ്പോൾ നമ്മളെ അക്ഷയ സെൻറ്ററുകളൊക്കെ CSCകളാണ്. CSC സർവീസ് നൽകുക, CSC. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ CSCകളെയും പിന്നെ അതുപോലെ ഈ ഡേറ്റാ സെൻറ്ററിനെയും പരസ്പരം കണക്ട് ചെയ്യാനുള്ള വലിയ നെറ്റ്വർക്ക് വേണം. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 കാര്യം. ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഏരിയയെ നമ്മൾ ഡേറ്റാ സെൻറ്റർ, സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ എന്ന് വിളിക്കും. പിന്നെ നാട്ടുകാർക്ക്, ജനങ്ങൾക്ക്, സിറ്റിസൻസിന് സർവീസ് നൽകാനുള്ള അക്ഷയ സെൻറ്റർ പോലെയുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ വേണം, CSCs. രാജ്യമൊട്ടുക്കും പലയിടങ്ങളിലായിട്ട് വേണം. പിന്നെ ഈ CSCയെയും SDCയെയും പരസ്പരം കണക്ട് ചെയ്യാനുള്ള വലിയ നെറ്റ്വർക്ക് വേണം. അതിനെ നമ്മൾ സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ഈ 3 സംഭവങ്ങളാണ് പിന്നെ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചറിലെ ആദ്യത്തെ സംഭവം എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ. എഴുതിക്കോ. ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ. എന്താണ് സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ നൽകുന്നത്? സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ പ്രൊവൈഡ് സെവറൽ ഫങ്ഷനാലിറ്റീസ്. These include keeping central data repository of the state, securing data storage, online delivery of services, etc. എന്തൊക്കെയാണ് വേണമെങ്കിൽ പറയാം. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പല സർവീസുകളും എന്തൊക്കെ സർവീസാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക്? സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ പ്രൊവൈഡ് സെവറൽ ഫങ്ഷനാലിറ്റീസ്. പല ഫങ്ഷനാലിറ്റി നൽകുന്നുണ്ട്. എന്തൊക്കെയാണ്? These include കീപ്പിംഗ് സെൻട്രൽ ഡേറ്റ റെപ്പോസിറ്ററി ഓഫ് ദ സ്റ്റേറ്റ്. രാജ്യത്തെ മൊത്തം ഡേറ്റയും സൂക്ഷിക്കുന്ന സ്ഥലം, സെൻട്രൽ ഡേറ്റ റെപ്പോസിറ്ററി, ഡേറ്റ സൂക്ഷിക്കുന്ന സ്ഥലം, അതാണ് SDC. പിന്നെ എന്ത് ചെയ്യുന്നു? ഡേറ്റ മൊത്തം സൂക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, സെക്യൂറിങ് ഡേറ്റ സ്റ്റോറേജ്, ഡേറ്റയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു. ഓൺലൈൻ ഡെലിവറി ഓഫ് സർവീസസ്, ഓൺലൈൻ ഡേറ്റ സർവീസ് നൽകുന്നു. എന്തൊക്കെയാണ് SDCയുടെ പിന്നെ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകൾ? SDCയുടെ കടമകൾ: ഒന്ന്, ഡേറ്റ റെപ്പോസിറ്ററി. സെക്കൻഡ് എന്താണ്? പ്രൊട്ടക്ഷൻ ഫോർ ഡേറ്റ. എന്താണ്? പ്രൊട്ടക്ഷൻ ഫോർ ഡേറ്റ. മൂന്നാമത്തത് പ്രൊവൈഡ് ഓൺലൈൻ സർവീസ്. ഓൺലൈൻ സർവീസ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ SDC ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ ഡേറ്റ സ്റ്റോർ ചെയ്യുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അത് ഓൺലൈനായിട്ട് മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അടുത്തത് എന്താണ്? പിന്നെ ഈ ഡേറ്റാ സെൻറ്റർ വലിയൊരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ KSWAN എന്നറിയാം. സാധാരണഗതിയിൽ ഇതിനെ പൊതുവിൽ പറയുന്നത് SWAN എന്നാണ്, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ കേരളത്തിലേതാണെങ്കിൽ രണ്ടാമത്തേത് കേട്ടോ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ രണ്ടാമത് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, KSWAN. ഇതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയാൽ മതി, KSWAN അല്ലെങ്കിൽ സ്വാൻ എന്ന് എഴുതാം. സ്വാൻ എന്ന് എഴുതിയിട്ട് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് എഴുതുക. എന്നിട്ട് എഴുതുക ദിസ് ഈസ് എ WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, യൂസ്ഡ് ടു കണക്ട് SDC, State Data Center, to CSCs, Common Service Centers, CSCs, Common Service Centers, Common Service Center. ഡേറ്റാ സെൻറ്ററിനെ സർവീസ് സെൻറ്ററുമായിട്ട് പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് എന്താണ്?
വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് കോമൺ സർവീസ് സെൻറ്റർ. ഈ ഗവേണൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലെ മൂന്നാമത്തെ കാര്യം കോമൺ സർവീസ് സെൻറ്റർ. കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ കോമൺ സർവീസ് സെൻറ്റേഴ്സ് CSCs ആർ ദ ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിൻറ്റ്സ് ഓഫ് ഗവൺമെൻറ്, പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ സെക്ടർ സർവീസസ് ഫോർ റൂറൽ സിറ്റിസൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെയും പ്രൈവറ്റ് സർവീസുകളും ഒക്കെ എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിൻറ്റ്സ് ആണ്. ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അക്ഷയ സെൻറ്റർ പോലെയുള്ള ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിൻറ്റ്സ് ആണ് കോമൺ സെൻറ്റേഴ്സ്. എക്സാമ്പിൾ അക്ഷയ സെൻറ്റർ എന്ന് എഴുതുക. എക്സാമ്പിൾ എന്താണ്? അക്ഷയ സെൻറ്റേഴ്സ്. കേരളത്തിലെ അക്ഷയ സെൻറ്ററുകൾ ഇതിന് എക്സാമ്പിളാണ്. ഫ്രണ്ട് എൻഡ് ഡെലിവറി സർവീസ് പോയിൻറ്റ്സ് ആണ്. ഗവൺമെൻറ്റിൻ്റെ സർവീസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രണ്ട് എൻഡ് ഡെലിവറി സർവീസ് പോയിൻറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? കോമൺ സർവീസ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് സർവീസിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമൺ സർവീസ് സെൻറ്റേഴ്സ് എന്ന് പറയും. ഇപ്പോൾ അക്ഷയ സെൻറ്റർ പോലെയുള്ള ഇപ്പോൾ ജനങ്ങൾക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാം, ടാക്സ് അടക്കാം, അങ്ങനെയൊക്കെയുള്ള നാട്ടിലുള്ള ഓഫീസുകൾ അക്ഷയ സെൻറ്റർ പോലെയുള്ള അതിനെയാണ് നമ്മൾ കോമൺ സർവീസ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണെന്ന് നോക്കാം. അത് ഈ ഗവേണൻസ് കഴിഞ്ഞു. ഇനി ഈ ബിസിനസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ദെൻ ഈ ലേണിംഗ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡിങ് ബെനഫിറ്റ്സ് ആൻഡ് ചാലഞ്ചസ്. ഇതിൻ്റെ മെച്ചം എന്താ? ഈ ഗവേണൻസിൻ്റെ ബെനഫിറ്റ്സ് എന്താ? ഫസ്റ്റ് വൺ, ലീഡ്സ് ടു ഓട്ടോമേഷൻ ഓഫ് ഗവൺമെൻറ് സർവീസ്. ഗവൺമെൻറ് സർവീസ് ഓട്ടോമേറ്റഡ് ആക്കുന്നു, അല്ലേ? ഓൺലൈനായിട്ട് ഓട്ടോമേറ്റഡ് ആക്കുന്നു. 2, സ്ട്രെങ്തൻസ് ഡെമോക്രസി. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. കാരണം ഇടനിലക്കാരനില്ലാതെ നേരിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. 3, ഇങ്ങനെ എഴുതാം. മൂന്നാമത്തെ പോയിൻ്റ് ഇങ്ങനെ എഴുതാം. ഇറ്റ് എൻഷുവേഴ്സ് മോർ ട്രാൻസ്പെറൻസി ഇൻ ഫങ്ഷനിങ്. സുതാര്യത ഉറപ്പുവരുത്തും. ഓക്കെ. പിന്നെ നാലാമത്തെ ഒരു പോയിൻ്റ് കൂടി എഴുതാം. ഇറ്റ് മേക്സ് എവ്രി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിൾ. എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തം. ഓൺലൈനായിട്ടൊരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് തീർപ്പാക്കിയിട്ടില്ലെങ്കിൽ മന്ത്രിമാരും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സെക്രട്ടറിമാരൊക്കെ കാണും. അപ്പോൾ ആർക്കും ഫയലുകൾ അനാവശ്യമായിട്ട് തടഞ്ഞു വെക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഉത്തരവാദിത്തം കൂടും. കാര്യങ്ങൾ സുതാര്യമാണ്, എല്ലാവരും കാണുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് CS ശക്തിപ്പെടുത്തും എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ ഫൈൻ. ഇനി ഇതിൻ്റെ ചില ചാലഞ്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിജിറ്റൽ ഡിവൈഡാണ് ഒന്നാമത്തെ ചാലഞ്ച്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് എഴുതിയാൽ മതി. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഈ ഓൺലൈൻ സർവീസ് ഉള്ള ആളുകളും ഇല്ലാത്ത ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതൊരു ചാലഞ്ചാണ്. രണ്ടാമത്തത് സെക്യൂരിറ്റി ഇഷ്യൂസ്. എന്താണ്? സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. ഓൺലൈൻ ട്രാൻസാക്ഷൻസിനൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, അല്ലേ? അതുപോലെ മൂന്നാമത്തത് ഇൻറ്റഗ്രിറ്റി ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ വെരി മച്ച് എസെൻഷ്യൽ. ഇൻറ്റഗ്രിറ്റി, ഉത്തരവാദിത്വ ബോധം അല്ലെങ്കിൽ സത്യസന്ധത വേണം എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റും. ചിലപ്പോൾ നെറ്റ്വർക്ക് വർക്ക് ചെയ്യണില്ല, അല്ലേ? അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല, വന്നില്ല, നെറ്റ്വർക്ക് ഡാമേജ് ആക്കി ഇടുകയൊക്കെ ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ ഡേറ്റ വന്നില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലായ്മയുണ്ട്. നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് ഇല്ല, അതുകൊണ്ട് അയക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചലഞ്ചസാണ്. അതൊക്കെ പരിഹരിക്കുക. ജനങ്ങൾ സത്യസന്ധരാവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രയാസം. ഇനി നമുക്ക് എന്താണ് ഈ ബിസിനസ്? ഇനി ഇതിൻ്റെ കൂടെ ചില വെബ്സൈറ്റുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് dhckerala.gov.in. ഇത് ജസ്റ്റ് വേണമെങ്കിൽ ഓർത്തിരിക്കാം. നമ്മുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. പിന്നെ ഈ ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്, ജില്ലാ അടിസ്ഥാനത്തിലുള്ള. പിന്നെ നമുക്ക് ടാക്സൊക്കെ അടക്കാൻ പറ്റുന്ന വെബ്സൈറ്റാണ്. പിന്നെ കേരള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ
RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട RTI, അങ്ങനെ IT മിഷൻ, സ്പാർക്ക്, ഇങ്ങനെ കുറേ വെബ്സൈറ്റുകളുണ്ട്. എല്ലാം ഓർക്കണമെന്ന് നിർബന്ധമില്ല, ഫർഗെറ്റ് ഇറ്റ്. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കിടക്കുക. ഈ ബിസിനസ് എന്താണ്? ഇലക്ട്രോണിക് ബിസിനസ്. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. എന്താണ് ഇലക്ട്രോണിക് ബിസിനസ്? എന്താ? ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ബിസിനസ് നടത്താം. നമ്മളിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ നിങ്ങൾക്കറിയാം. ഓൺലൈൻ നമ്മൾ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുക അല്ലേ? ഇങ്ങനെ ഡിജിറ്റൽ പണമിടപാടുകളും പർച്ചേസും സെയിൽസും ഒക്കെയുള്ള സംഭവത്തിനെയാണ് നമ്മൾ ഈ ബിസിനസ് എന്ന് പറയാം. ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ അറിയുന്ന എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ? ഈ ബിസിനസ് ഈസ് ദ ഷെയറിംഗ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ, മെയിൻറ്റെയിനിങ് ബിസിനസ് റിലേഷൻഷിപ്പ് ആൻഡ് കണ്ടക്ടിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ബൈ മീൻസ് ഓഫ് ICT ആപ്ലിക്കേഷൻസ്. ഇത്രയും എഴുതിയാൽ മതി. ഈ ബിസിനസ് ഈസ് എ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ, മെയിൻറ്റെയിനിങ് ബിസിനസ് റിലേഷൻഷിപ്പ് അല്ലേ? ഇതാണ് മെയിൻറ്റെയിനിങ് ബിസിനസ് റിലേഷൻഷിപ്പ് ആൻഡ് കണ്ടക്ടിങ് ബിസിനസ് ട്രാൻസാക്ഷൻ ബൈ മീൻസ് ഓഫ് ICT ആപ്ലിക്കേഷൻസ്. ഇൻ്റർനെറ്റിൻ്റെ ICT പറഞ്ഞാൽ ഇൻ്റർനെറ്റ് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ബിസിനസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അല്ലേ? അതുപോലെ ബിസിനസ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ബിസിനസ് നടത്തുക. അതായത് ആമസോൺ പോലെയൊക്കെ ഫ്ലിപ്കാർട്ട് പോലെയൊക്കെ ബിസിനസ് നടത്തുക ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി, വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ ഇതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ? ബിസിനസ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇതും കൂടി എഴുതാം, നിർബന്ധമില്ല. ഈ ബിസിനസ് ഹെൽപ്സ് ഇൻ ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻക്രീസിങ് സെയിൽസ് ത്രൂ ഇഫക്റ്റീവ് യൂസ് ഓഫ് e-commerce സർവീസസ്. ഇറ്റ് റെഡ്യൂസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാവൽ കോസ്റ്റ് ത്രൂ ഓൺലൈൻ മീറ്റിംഗ് ആൻഡ് ഷെയർഡ് വർക്ക് സ്പേസ്. ഇത്രയും കൂടിയൊക്കെ എഴുതി വെക്കാം അല്ലേ? അത് യാത്രാ കോസ്റ്റ് കുറക്കുന്നുണ്ട്, ആളുകൾക്ക് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്താം. ഇതൊക്കെ അല്ലേ? ജനറൽ ബോഡി മീറ്റിംഗ്, ബിസിനസ് സ്ഥാപനത്തിൻ്റെ പിന്നെ മാനേജറും എംപ്ലോയീസും ഒക്കെ ആയിട്ടുള്ള മീറ്റിംഗ്, ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് ഒക്കെ ഓൺലൈനായിട്ട് നടത്താൻ പറ്റും അല്ലേ? അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു മെച്ചമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ബിസിനസ് നടത്തുന്നതിനെയാണ് ഈ ബിസിനസ്. അതെന്തൊക്കെയാവാം? മീറ്റിംഗ് കൂടുതലാവാം, അല്ലെങ്കിൽ സെയിൽസ് ആവാം, ഓൺലൈൻ സെയിൽസ് ആവാം, ഓൺലൈൻ പർച്ചേസ് ആവാം അല്ലേ? എനിത്തിങ് റിലേറ്റഡ് ടു ബിസിനസ് ഓൺലൈനായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഈ ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബിസിനസ് e-commerce നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ബിസിനസ്സിൻ്റെ ഒരു സബ് പാർട്ടാണ് e-commerce. ഈ ബിസിനസ്സിൻ്റെ ഒരു സബ്ബാണ് e-commerce. വേണമെങ്കിൽ ഇത്രയും എഴുതി വെക്കാം, നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല. e-commerce covers business transaction involved exchange of money, whereas e-business include all aspects of running business such as marketing, obtaining raw material goods, customer education, looking for suppliers, etc. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം. e-commerce പറഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷന്, പ്രധാനപ്പെട്ട് ക്യാഷ് ട്രാൻസാക്ഷനുമായിട്ട്. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്യുക, ഒരു സാധനം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നു, പേ ചെയ്യുന്നു. അപ്പോൾ ഈ പിന്നെ ഇപ്പോൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നത് e-commerce ആയിട്ട് കാണാം. e-commerce പർച്ചേസ്, അതിൻ്റെ ക്യാഷ് പേ ചെയ്യുക. പക്ഷേ ഈ ബിസിനസ് പറഞ്ഞാൽ ഈ പർച്ചേസ് മാത്രമല്ല, ബിസിനസ്സിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും ഓൺലൈനായിട്ട് ചെയ്യുക. മീറ്റിംഗ് കൂടുന്നതും മാർക്കറ്റിംഗ് നടത്തുന്നതും അതുപോലെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതും കസ്റ്റമർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും സപ്ലൈസിനെ കണ്ടെത്താനും എല്ലാ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയയും കവർ ചെയ്യുന്നതാണ് എന്ത് ഈ ബിസിനസ്. e-commerce എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലൈനായിട്ട് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യുക, അതിൻ്റെ ക്യാഷ് പേ ചെയ്യുക, ഇതാണ് e-commerce. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ ഒരു സബ് മാത്രമാണ്. വലുത് ഏതാണ്? ഈ ബിസിനസ്. അതിനകത്തുള്ള ഉള്ളിലുള്ള ചെറിയ സംഭവമാണ് e-commerce. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. എന്താണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം? നമ്മൾ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുക അല്ലേ? അതുപോലെ ഗൂഗിൾ പേ, ഇങ്ങനെയുള്ള കുറേ സംഭവം ഉണ്ടല്ലോ. ഇതിനെയാണ് എന്ത് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് എഴുതാം ഇങ്ങനെ: എ സിസ്റ്റം ഓഫ് ഫൈനാൻഷ്യൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ആൻ ഓൺലൈൻ എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. ദ ഫൈനാൻഷ്യൽ എന്താ അത് പറഞ്ഞിരിക്കുന്നത്? സെല്ലേഴ്സിനും ബയേഴ്സിനും ഇടയ്ക്കുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇലക്ട്രോണിക്കലായിട്ട് നടത്തുക, ഓൺലൈനായിട്ട് വാങ്ങിയ സാധനത്തിൻ്റെ ക്യാഷ് കൊടുക്കുക. അതാണ് സെല്ലേഴ്സിനും ബയേഴ്സിനും ഇടയ്ക്കുള്ള എക്സ്ചേഞ്ച് ഓഫ് മണി
അത് ഇലക്ട്രോണിക്കലായിട്ട് നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള പേയ്മെൻറ്റ് സിസ്റ്റമൊക്കെ ഉപയോഗിച്ച് ചെയ്യാം അല്ലേ. എന്നിട്ട് എക്സാമ്പിൾ ഇങ്ങനെ എഴുതുക. എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇലക്ട്രോണിക് ചെക്ക്, ഡിജിറ്റൽ ക്യാഷ് എറ്റ്സെട്ര എന്ന് എഴുതിയ എറ്റ്സെട്ര കേട്ടോ. ഇതൊക്കെ അതിന് എക്സാമ്പിൾ EPS. അപ്പോൾ എന്താണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ചെക്ക് ഇലക്ട്രോണിക് ചെക്ക് കൊടുക്കുക, ഡിജിറ്റൽ ക്യാഷ് എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്, അതൊക്കെ വഴി ചെയ്യാം. ഓക്കെ, അതാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. പിന്നെ ബാങ്കിങ്ങിനെ കുറിച്ച് അതിൽ പെട്ടൊരു സംഭവമാണ് ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ്. എന്താണ് ഓൺലൈൻ ബാങ്കിങ്? ബാങ്കിങ് ഓർ ഇലക്ട്രോണിക് ബാങ്കിങ് is defined as a automated delivery of banking service directly to customers through electronic channel. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി കസ്റ്റമേഴ്സിന് ബാങ്കിങ് സർവീസ് നൽകുക. അത് ഇപ്പോൾ എന്തായിരിക്കാം, പിന്നെ ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കാം അല്ലേ, ഓൺലൈൻ ക്യാഷ് ട്രാൻസാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ചെക്ക് വേണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുക്കാം, ഓൺലൈനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം, ഒരു ചെക്ക് ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് കൊടുക്കാം. അങ്ങനെ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ സർവീസുകളും ഈ ഇലക്ട്രോണിക് ചാനലിലൂടെ ഓൺലൈനായിട്ട് ചെയ്യുന്നതിനെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് ചോദിച്ചാൽ ബാങ്കിങ് എന്താണ്? ബാങ്കിങ് ഓർ ഇലക്ട്രോണിക് ബാങ്കിങ് എന്താ? ഈസ് ഡിഫൈൻഡ് ആസ് ഓട്ടോമേറ്റഡ് ഡെലിവറി ഓഫ് ബാങ്കിങ് സർവീസ്. ബാങ്കിങ് സർവീസ് ഓട്ടോമേറ്റഡ് ആയിട്ട് കൊടുക്കുക ഡയറക്റ്റ്ലി ടു കസ്റ്റമേഴ്സിന്. എങ്ങനെ? ത്രൂ ഇലക്ട്രോണിക് മീഡിയയുടെ സഹായത്തോടുകൂടി, ഇലക്ട്രോണിക് ചാനലിൻ്റെ സഹായത്തോടുകൂടി, അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ബാങ്കിങ് സർവീസുകൾ ജനങ്ങളിലേക്ക്, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിനെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? എഴുതിക്കുക. അഡ്വാൻറ്റേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ബാങ്കിങ്ങിൻ്റെ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജ്. ഒന്നാമത്തെ പോയിൻ്റ്, ഇറ്റ് കവേഴ്സ് ഇറ്റ് ഓവർകംസ് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. ബിസിനസ്സിന് ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഇല്ല. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഏത് രാജ്യക്കാരുമായിട്ട് നമുക്ക് ബിസിനസ് നടത്താം. അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. രണ്ടാമത്തത്, ബിസിനസ് റിഡ്യൂസസ് ഓപ്പറേഷണൽ കോസ്റ്റ്. ചിലവ് കുറക്കും, ഓപ്പറേഷണൽ കോസ്റ്റ് കുറക്കും. 3, മിനിമൈസസ് ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. യാത്രാ ടൈം കുറക്കാം. 4, ഇറ്റ് റിമെയിൻസ് ഓപ്പൺ ഓൾ ടൈം 24/7, 24 മണിക്കൂറും 7 ദിവസവും എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 7 ദിവസം 24 മണിക്കൂറും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. 5ാമത്തെ പോയിൻ്റ്, വി ക്യാൻ ലൊക്കേറ്റ് പ്രൊഡക്റ്റ് ക്വിക്കർ ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സസ്. നമുക്ക് ഓൺലൈനായിട്ട് കുറേ പ്രൊഡക്റ്റിൽ നിന്ന് കുറേ ചോയ്സ് ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും അല്ല. ഒരു ഷോപ്പിൽ പോയാൽ നമുക്ക് ലിമിറ്റ് ഉണ്ടാവും. ഓൺലൈനായിട്ട് നമുക്ക് എത്ര പ്രൊഡക്റ്റും നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ പറ്റും. അതാണ് വി ക്യാൻ ലൊക്കേറ്റ് ദ പ്രൊഡക്റ്റ് ക്വിക്കർ ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സസ്. കുറേ ചോയ്സ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഓക്കെ, സോ വി ഹാവ് ഓവർകം geographical limitations, reduces operational cost, minimizes travel time and cost, remains open all the time, we can locate product quicker from a wide range of choices. Okay, ഇനിയോ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ചലഞ്ചസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്. ബിസിനസ്സിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എന്താണ്? ഫസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി, ഡിജിറ്റൽ ഡിവൈഡ്. നേരത്തെ പറഞ്ഞ അതേ സംഭവം, ഡിജിറ്റൽ ഡിവൈഡ്. എല്ലാവർക്കും ഓൺലൈൻ ഫെസിലിറ്റി ഇല്ല അല്ലേ. സെക്കൻഡ്, റൂറൽ പോപ്പുലേഷൻ ഡു നോട്ട് പോസസ് പ്ലാസ്റ്റിക് മണി, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് സിസ്റ്റംസ് എറ്റ്സെട്ര. സെക്കൻഡ് പോയിന്റ്, റൂറൽ ഗ്രാമങ്ങളിൽ ഇപ്പോൾ കുറേ മാറി, പക്ഷേ ഇന്ത്യയിൽ കേരളത്തെ പോലെ ആയിരിക്കണം എന്നില്ല എല്ലായിടത്തും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്തില്ല, റൂറൽ പോപ്പുലേഷൻ ഡു നോട്ട് പോസസ് പ്ലാസ്റ്റിക് മണി. ആരുടെ കയ്യിലും പ്ലാസ്റ്റിക് മണി ഇല്ല എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്നുമില്ല, അതിനാണ് പ്ലാസ്റ്റിക് മണി. അതുപോലെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഒന്നും ഇല്ല. മൂന്നാമത്തേത് സെക്യൂരിറ്റി ഇഷ്യൂസ്. ഇങ്ങനെ എഴുതിയാൽ മതി, സെക്യൂരിറ്റി ഇഷ്യൂസ്. ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങുമ്പോൾ പേ ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്യാഷ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സെക്യൂരിറ്റി ഇഷ്യൂസ്. നാലാമത്തേത്, ഡോണ്ട് ഹാവ് ടച്ച് ആൻഡ് ഫീൽ.
ഡോണ്ട് ഹാവ് ടച്ച് ആൻഡ് ഫീൽ. അത്ര മാത്രം എഴുതിയാൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺലൈനായിട്ടൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് തൊട്ട് നോക്കി വാങ്ങാൻ പറ്റില്ല. ടച്ച് ആൻഡ് ഫീൽ. നമ്മളിപ്പോൾ ഒരു ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച മെറ്റീരിയൽ ആവണമെന്നില്ല. ഒരു 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 ബാഗ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അത് തൊട്ട് നോക്കിയിട്ട് അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ടച്ച് ആൻഡ് ഫീൽ ഫെസിലിറ്റി ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതത്രയും മതി. പിന്നെ ഈ ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് IRCTC, Amazon.com, Amazon.com, eBay.com, ഇതൊക്കെ കുറേ AirIndia.com, ഇങ്ങനെ കുറേ വെബ്സൈറ്റുകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഈ ലേണിംഗ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സോ നമ്മൾ ഇലക്ട്രോണിക് ലേണിംഗ് കൂടി പഠിക്കുക. ഇലക്ട്രോണിക് ലേണിംഗ് അല്ലേ? ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്, ഇപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ തന്നെ നിങ്ങൾ കേൾക്കുന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രോണിക് ലേണിംഗ് എന്ന് പറയേണ്ട? വിറ്റേഴ്സ് ക്ലാസ്സുകൾ, യൂട്യൂബ് ചാനലുകൾ വഴി അല്ലേ, ഗൂഗിൾ മീറ്റ് വഴി ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താണ് ഈ ലേണിംഗ് എന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് ഈ ലേണിംഗ്? ഇലക്ട്രോണിക് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ICT ഇൻ എഡ്യൂക്കേഷൻ ഈസ് ടേംഡ് ആസ് ഇ ലേണിംഗ്. ഓക്കെ, ഇലക്ട്രോണിക് മീഡിയൻ്റെ സഹായത്തോടു കൂടി പിന്നെ എഡ്യൂക്കേഷൻ നടത്തുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? പിന്നെ ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ലേണിംഗ് ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? എന്തൊക്കെയാണ് ഈ ലേണിംഗ് ടൂൾസ്? ഒന്ന് ബുക്സ്, ഇലക്ട്രോണിക് ബുക്സ്. ഇലക്ട്രോണിക് ബുക്ക്, ഈ ബുക്ക് റീഡർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബുക്ക്. നമുക്ക് ഡിജിറ്റൽ ബുക്സ് കിട്ടും. എക്സാമ്പിൾ PDF ബുക്സ് അല്ലേ? അതുപോലെ ഈ ബുക്ക് റീഡർ ഉണ്ട്. ആമസോൺ പിന്നെ എന്താ പറയുക, കിൻഡിൽ അല്ലേ? ആമസോൺ കിൻഡിൽ എന്നുള്ള ഡിവൈസ് കണ്ടില്ലേ? ഇലക്ട്രോണിക് റീഡർ എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോണിക് ബുക്ക് റീഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഓൺലൈനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബുക്ക് വായിക്കാനായിട്ടുള്ള മൊബൈൽ ഫോൺ പോലെയുള്ള ഡിവൈസിനെയാണ് ഈ ബുക്ക് റീഡർ എന്ന് പറയുക. അപ്പോൾ ഈ ബുക്ക് റീഡർ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇങ്ങനെ ബുക്ക് വായിക്കാനായിട്ട് മൊബൈൽ ഫോൺ പോലെ തന്നെയുള്ള ചില ഡിവൈസ്. അതിൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ കണ്ണിന് വലിയ പ്രയാസമില്ലാതെ അതിൻ്റെ ലൈറ്റിൻ്റെയൊക്കെ ക്രമീകരണം അങ്ങനെയുള്ള ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബുക്കുകൾ വായിക്കാനുള്ള ഡിവൈസ്. ഇതിനെയാണ് നമ്മൾ ഈ ബുക്ക് റീഡർ എന്ന് പറയുക. ഓക്കെ, സോ എന്താണ് ഈ ബുക്ക് റീഡർ എന്ന് പറഞ്ഞാൽ? പോർട്ടബിൾ കമ്പ്യൂട്ടർ ഡിവൈസസ് ദാറ്റ് ആർ ലോഡഡ് വിത്ത് എ ഡിജിറ്റൽ ബുക്ക് കണ്ടൻറ്റ് വൈ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ഈസ് കാൾഡ് ഈ ബുക്ക് റീഡർ. അങ്ങനെ വേണമെങ്കിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന, ബുക്കുകളൊക്കെ വായിക്കാൻ പറ്റുന്ന ഡിവൈസ്, കമ്പ്യൂട്ടർ പോലെയുള്ള ഡിവൈസിനെയാണ് ഈ ബുക്ക് റീഡർ എന്ന് പറയുന്നത്. ഈ ബുക്ക് റീഡർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ബുക്സ് അഥവാ PDF ഫയൽസ് പോലെയുള്ള ഡിജിറ്റൽ കണ്ടൻറ്റ് വായിക്കാൻ പറ്റുന്ന മൊബൈൽ ഡിവൈസസ് ആണ് ഈ ബുക്ക് റീഡർ. ഓക്കെ, പിന്നെ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് റീഡറിൽ നമുക്ക് കണ്ടൻറ്റ് വായിക്കാൻ വേണമല്ലോ. ആ കണ്ടൻറ്റ് നമ്മൾ PDF ഫയൽസൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുക അല്ലേ? PDF ഫയൽസൊക്കെയാണ് നമ്മളിപ്പം. അതാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ടെക്സ്റ്റ്. ടെക്സ്റ്റ് ഇൻഫോർമേഷൻ അവൈലബിൾ ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ് ഈസ് കാൾഡ് ഈ ടെക്സ്റ്റ്. എക്സാമ്പിൾ PDF. അപ്പോൾ ഈ ബുക്ക് റീഡറിന് എക്സാമ്പിൾ ആമസോൺ കിൻഡിൽ. എന്താണ്? ആമസോൺ കിൻഡിൽ. അതുപോലെ ആപ്പിൾ ഐബുക്ക് ഉണ്ട്. ആപ്പിൾ കമ്പനിയുടെ iBook എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഈ ബുക്ക് റീഡർ. അതൊരു ഡിവൈസാണ്, ഈ കാണുന്ന പോലെയുള്ള ഡിവൈസാണ്. ഓക്കെ, ഇതൊക്കെ അതിൽ വരും. അപ്പോൾ ഈ ബുക്ക് റീഡർ എന്താ നമുക്കറിയാം? ഈ ഇലക്ട്രോണിക് ബുക്സ്, അതായത് ഈ ടെക്സ്റ്റ് വായിക്കാൻ പറ്റുന്ന, ഈ ടെക്സ്റ്റ് വായിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഈ ബുക്ക് റീഡർ. അപ്പോൾ ഈ ടെക്സ്റ്റ് എന്താ? PDF ആവാം, അല്ലെങ്കിൽ വേറെ ചില ഫോർമാറ്റുകളാവാം. ഓക്കെ, ഈ ടെക്സ്റ്റ് ക്യാൻ ബി ഓട്ടോമാറ്റിക്കലി റീഡ് അലോഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ ഓർ ഈ ബുക്ക് റീഡർ, ഈ ടെക്സ്റ്റ് റീഡർ അല്ലെങ്കിൽ ഈ ബുക്ക് റീഡർ. ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ഡിവൈസിൽ ചിലപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് റീഡ് ചെയ്യും. നമ്മൾ വായിക്കേണ്ട ആ ഡിവൈസ് തന്നെ നമുക്ക് വായിച്ചു തരും. അപ്പോൾ വോയിസ് റെക്കഗ്നീഷനും ടെക്സ്റ്റ് റെക്കഗ്നീഷനൊക്കെ ഉള്ള സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് ഈ ടെക്സ്റ്റ് റെക്കഗ്നീഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് ആ ടെക്സ്റ്റ് റീഡ് ചെയ്ത് നമുക്ക് കേൾപ്പിച്ച് തരും. അതൊക്കെ ചെയ്യും. ആര് ചെയ്തു തരും? ഈ ബുക്ക് റീഡർ ചെയ്തു തരും. അതായത് ഈ ഡിവൈസിന് ഒരു ടെക്സ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് അത് വായിക്കാൻ പറഞ്ഞാൽ അത് വായിച്ച് നമ്മളെ കേൾപ്പിക്കും. അത്രയുള്ള സംഭവം. ഓക്കെ, പിന്നെ ഓൺലൈൻ ചാറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം?
പിന്നെ പഠിക്കുക. അപ്പോൾ വാട്സപ്പൊക്കെ വഴി ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നില്ലേ? ഓക്കെ, അതാണ് ഓൺലൈൻ ചാറ്റിംഗ് വഴി വാട്സപ്പ് വഴി നമുക്ക് ക്ലാസ് എടുക്കാം. പിന്നെ ഗൂഗിൾ മീറ്റ് പോലെയുള്ള ഡിവൈസ് പിന്നെ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കണ്ടൻറ്റ്? വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ലേണിംഗ് മെറ്റീരിയൽസ് ഇൻ PDF, ഇമേജ്, അതുപോലെ വീഡിയോ ഫോർമാറ്റ്സ് ആർ കാൾഡ് ഈ കണ്ടൻറ്റ്. നമുക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഇപ്പോൾ PDF ആയിട്ടോ ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ സ്ലൈഡുകളായിട്ടോ അല്ലെങ്കിൽ വീഡിയോസായിട്ടോ ഒക്കെ ഉള്ള പിന്നെ കിട്ടുന്നതിനെയാണ് നമ്മൾ ഈ കോണ്ടൻറ്റ് എന്ന് പറയുക. അത് ഉദാഹരണമായിട്ട് യൂട്യൂബിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽ കിട്ടില്ല, അത് വീഡിയോസാണ്, അത് വെച്ച് പഠിക്കാം അല്ലേ. അതുപോലെ നമുക്ക് PDF ഫയലായിട്ട് കിട്ടും, ചിലപ്പോൾ നമുക്ക് PPTs ആയിട്ട് കിട്ടും. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ TVs ഉണ്ട്, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട. വിക്ടേഴ്സ് ചാനൽ, ദൂരദർശൻ്റെ വ്യാസ് എന്നുള്ള ചാനലുണ്ട്, ദൂരദർശൻ്റെ വ്യാസ്, കേരള ഗവൺമെൻറ്റിൻ്റെ വിക്ടേഴ്സൊക്കെ എന്താണ് ഇതിനെ പറ്റിയ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മളെന്തൊക്കെ പഠിച്ചു കഴിഞ്ഞു? പിന്നെ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഈ ലേണിംഗ് എന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഈ ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട് ICT ഉപകരണങ്ങൾ, ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ICT ഇൻ എഡ്യൂക്കേഷൻ ഈസ് കാൾഡ് ഈ ലേണിംഗ്. ഈ ലേണിംഗ് ടൂൾസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇ ബുക്ക് റീഡേഴ്സ്, ആമസോൺ കിൻഡിൽ, ആപ്പിൾ iBook പോലെയുള്ള ബുക്ക് റീഡേഴ്സ്, അതുപോലെ അതുപയോഗിച്ച് ഉള്ള PDF, ഈ ടെക്സ്റ്റുകൾ, ബുക്ക് റീഡർ ഉപയോഗിച്ച് വായിക്കാൻ പറ്റുന്ന ടെക്സ്റ്റുകൾ, അതിനാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുക. പിന്നെ ഓൺലൈൻ ചാറ്റ്, വാട്സപ്പ് ഒക്കെ പോലെയുള്ള ചാറ്റിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് പഠിക്കാം. അതുപോലെ നമുക്ക് ഈ കണ്ടൻറ്റ് PDF ഫയൽസ്, സ്ലൈഡ്സ്, ഡയഗ്രാംസ്, ഡിജിറ്റൽ ഡയഗ്രാംസ്, ആനിമേഷൻസ് ഒക്കെ ഉപയോഗിച്ച് പഠിക്കാം. അതിനെ ഈ കണ്ടൻറ്റ് എന്ന് വിളിക്കുന്നു. പിന്നെ എഡ്യൂക്കേഷണൽ TVs ഉപയോഗിക്കാം, വ്യാസ്, ദൂരദർശൻ്റെ വ്യാസ്, കേരള ഗവൺമെൻറ് വിക്ടേഴ്സ് ഉപയോഗിച്ച് പഠിക്കാം അല്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ലേണിംഗ് ടൂൾസായിട്ട് ഉപയോഗിക്കാം. എന്താണ് ഈ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്? ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഈ ലേണിംഗ് ഹാസ് എബിലിറ്റി ടു ഓഫർ കോഴ്സസ് ഓൺ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ്. വ്യത്യസ്തമായ വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ഈ ലേണിംഗ് വെച്ചിട്ട്. ഈ ലോകത്തുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് ഓൺലൈനായിട്ട് കോഴ്സസ് ചെയ്യാൻ പറ്റും, വ്യത്യസ്തമായ കോഴ്സുകൾ പഠിക്കാൻ പറ്റും. രണ്ടാമത്തത് ഇൻ ഈ ലേണിംഗ് കോസ്റ്റ് ഫോർ ലേണിംഗ് ഈസ് മച്ച് ലെസ്. ഇൻ ഈ ലേണിംഗ് കോസ്റ്റ് ഫോർ ലേണിംഗ്, ഇങ്ങനെ വായിക്കണം, ഇൻ ഈ ലേണിംഗ് കോസ്റ്റ് ഫോർ ലേണിംഗ് ഈസ് മച്ച് ലെസ്. ചിലവ് കുറവാണ്, അധികം ഫീ ഒന്നുമില്ല, അല്ലാതെ പഠിക്കാം. People with limited financial resources are very much supported by lower cost of learning. അത് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. People with limited financial resources can use e-learning. ഇങ്ങനെ എഴുതിയാൽ മതി, can use e-learning. അതായത് കോസ്റ്റ് കുറവായതുകൊണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ലേണിങ്ങിന് പോവാം. നാലാമത്തത്, ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റി ടു ഡു ഓൺലൈൻ കോഴ്സസ് ഫ്രം വേരിയസ് നാഷണലി ഓർ ഇൻ്റർനാഷണൽ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. രാജ്യത്തുള്ള വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഴ്സസ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ പോയിൻ്റായിട്ട് എഴുതാം, ടൈം ആൻഡ് സ്പേസ് ഇസ് നോട്ട് എ ബാരിയർ. സ്ഥലകാലങ്ങളൊരു തടസ്സമേ അല്ല അല്ലേ. എന്ത് കോഴ്സും പഠിക്കാം, എവിടുന്നും പഠിക്കാം, വളരെ ചിലവ് കുറവാണ്. ഇങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസാണ് നമുക്കുള്ളത്. എന്ത് കോഴ്സും പഠിക്കാം, വളരെ ചിലവ് കുറവാണ്, ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും പഠിക്കാം, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കാം, ഏത് സമയത്തും പഠിക്കാം എന്നൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ചലഞ്ചസും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ചലഞ്ചസ് ടു ഈ ലേണിംഗ്. ഒന്നാമത്തേത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ബിറ്റ്വീൻ സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ ഈസ് നോട്ട് പോസിബിൾ. ടീച്ചറും സ്റ്റുഡൻറ്റും നമ്മളെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്, കോണ്ടാക്റ്റിലേറെ നല്ലത് ഇൻട്രാക്ഷൻസ് കുറവാണ്.
ഇല്ല, നോട്ട് പോസിബിൾ എന്ന് പറയാൻ വയ്യ. കാരണം നമ്മളൊക്കെ ഗൂഗിൾ മീറ്റിൽ ടീച്ചറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രത്തോളം പോസിബിൾ അല്ല. സാധാരണ ഒരു ക്ലാസ് റൂമിലെ എൻവയോൺമെൻറ്റ് നമുക്ക് കിട്ടില്ല. പിന്നെ അതാണ് രണ്ടാമത്തെ പോയിന്റിൽ വീണ്ടും തന്നെ പറയുന്നത്. പ്രോപ്പർ ഇൻട്രാക്ഷൻ എമംഗ് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ആർ ഓഫൺ ലിമിറ്റഡ്. 3. എക്യുപ്മെൻറ്റ് ആൻഡ് ടെക്നോളജി റിക്വയർമെൻറ്റ്. എല്ലാവർക്കും മൊബൈൽ ഫോൺ വേണം, നെറ്റ്വർക്ക് വേണം അല്ലേ, നെറ്റ്വർക്ക് വേണം. പിന്നെ നെറ്റ്വർക്ക് തന്നെയാണെങ്കിൽ സ്പീഡ് വേണം. അങ്ങനെയുള്ള കുറേ എക്യുപ്മെൻറ്റ് വേണം. അതായത് ഡിവൈസ്, മൊബൈൽ ഫോൺ പോലുള്ള ടെക്നോളജീസ് വേണം, ഇൻ്റർനെറ്റ് വേണം. അങ്ങനെയൊക്കെയുള്ള ലിമിറ്റേഷൻസ്. 4. ലേണേഴ്സ് റിക്വയർ കോൺസ്റ്റൻറ്റ് മോട്ടിവേഷൻ. പഠിക്കുന്നവർക്ക് നിരന്തരം മോട്ടിവേഷൻ കിട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ പഠിക്കില്ല. ഓൺലൈൻ ക്ലാസ് എടുത്താൽ കുട്ടികൾ ചിലപ്പം പഠിക്കണമെന്നില്ല, ചിലപ്പോൾ മൊബൈൽ ഓണാക്കി അവർ വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും, ടീച്ചറെ പറ്റിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും ശ്രദ്ധിക്കാൻ ടീച്ചർക്ക് കഴിയില്ല. മോട്ടിവേഷൻ, ഒരു ക്ലാസ് റൂമിൻ്റെ എൻവയോൺമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മോട്ടിവേഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ നിരന്തരം കുട്ടികളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. 5. കാര്യം, ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽസ് ഇൻ റിയൽ ലാബോറട്ടറി സിനാരിയോ ഈസ് ഓൾസോ എ കൺസ്ട്രെയിൻറ്റ്. ഇപ്പോൾ ഫിസിക്സിലെ എക്സ്പെരിമെൻറ്റ്, ബോട്ടണിയിലെ എക്സ്പെരിമെൻ്റൊക്കെ പ്രാക്ടിക്കലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് തന്നെ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അല്ലേ. ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുറേ ലിമിറ്റേഷൻസ്. ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇല്ല, സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ഇല്ല, ടെക്നോളജി ബാരിയർ ഉണ്ട്, എല്ലാവർക്കും എല്ലാ ടെക്നോളജിയും കയ്യിൽ ഉണ്ടായിരിക്കണം എന്നില്ല, നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങൾ അല്ലേ, മോട്ടിവേഷൻ ഇല്ലായ്മ, അത് മടുക്കും, കുറേ നേരം ഈ ഡിവൈസസിൻ്റെ മുന്നിൽ ഇരുന്ന് മടുത്തു പോകും. അപ്പോൾ ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽസ് കിട്ടാതപ്പോൾ ഇങ്ങനെ കുറേ ലിമിറ്റേഷൻസ് എന്തിനുണ്ട് നമ്മുടെ ഈ ലേണിങ്ങിനുണ്ട്. ഓക്കെ, ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ 10 ചാപ്റ്ററുകളും ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും ക്ലാസ്സസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. സോ വളരെ ഭംഗിയായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് നല്ല കുട്ടികളാവും അല്ലേ. സോ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ. ഹാവ് എ നൈസ് ഡേ എന്നല്ല അല്ലേ, ഹാവ് എ നൈസ് ലൈഫ് അല്ലേ. ബെസ്റ്റ് വിഷസ്. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട്, മംഗളം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.